നമ്മളെ സംബന്ധിച്ചിടത്തൊരു ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി. അതിന് നേരത്തെ പറയുന്ന പോലെ നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ള എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു, അതിനകത്തൊരു പരിഹാരമായിട്ടില്ല. ചിലപ്പോൾ നമ്മളത് വളരെ സിമ്പിളായിട്ടൊരു രീതിയിൽ തന്നെ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് മുമ്പായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഗൗരവത്തിൽ തന്നെ ചിലപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ടാവാം. എന്നാലും ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആണെങ്കിലും നമുക്ക് നിന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുക തന്നെയാണ് വേണ്ടത്. അതെന്തുമായിക്കോട്ടെ, കാലിൽ വരുന്നൊരു തരിപ്പായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, ദഹനമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. നമ്മൾ ചെറിയ പരിഹാരങ്ങൾ കഴിഞ്ഞിട്ടും അത് തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെയാണ് വേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് സെൽഫ് മെഡിക്കേഷനാണ്. നമ്മൾ പരിചയമുള്ള ആരോടെങ്കിലും ചോദിക്കും, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഫാർമസിയിൽ പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കും. പറയുന്ന ലക്ഷണങ്ങൾക്ക് അവരെന്തെങ്കിലും കൊടുക്കും, പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മളത് റിപ്പീറ്റഡായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിഷ്യനെ കണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. അതല്ലെങ്കിലാണ് ഇതൊക്കെ മൂർച്ഛിച്ച് വേറെ എന്തിലേക്കെങ്കിലുമൊക്കെ എത്തുന്നത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആർക്കും സമയമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ച് അങ്ങോട്ട് ഓടണം, ആ ഒരു തിരക്കിലാണ് എല്ലാവരും. ഒന്ന് ആശുപത്രിയിൽ പോയി ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ നമ്മുടെ അടുത്ത് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു അശ്രദ്ധയാണ് പലരിലേക്കും അതൊരു പിന്നേക്കൊരു വലിയ പ്രശ്നമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഒരു ഒബ്സർവേഷനിൽ തോന്നിയേക്കുന്നത്.